ഹായ്, ഇപ്പോൾ സമയം 3:40. ഇപ്പോൾ ഞാൻ കൊച്ചിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ പോകുന്നത് നമ്മളൊരു സെലിബ്രിറ്റിയെ കാണാൻ വേണ്ടിയിട്ടാണ്. സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് കൂടിയാണ്. അപ്പോൾ ബാക്കി ഫുള്ള് വീഡിയോ കാണാം. അങ്ങനെ രാവിലെ തന്നെ ബൈക്ക് എടുത്ത് ഇറങ്ങി കണ്ണൂർ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നാണ് കൊച്ചിയിലേക്ക് ട്രെയിന്. കണ്ണൂർ എത്തിയപ്പോൾ രാവിലെ തന്നെ നല്ല ചൂട് ഉപ്മാവ് ഇങ്ങനെ വിളമ്പി കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഉപ്മാവും ചായയും കുടിച്ചിട്ട് തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചൊരു ചായയും കൂടി കുടിച്ചു. അങ്ങനെ ചായയും കുടിച്ച് സ്റ്റേഷനിലേക്ക് നടന്നു. അപ്പോൾ അങ്ങനെ കണ്ണൂർ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് നേരെ പോയിട്ടൊരു ടിക്കറ്റ് എടുത്തു. അങ്ങനെ ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറുമ്പോൾ ഫുള്ള് കോമഡി. സീറ്റ് ഫുള്ള് കാലി, ആരുമില്ല. ഇരുന്നിട്ടോ കിടന്നിട്ടോ എങ്ങനെ വേണേലും പോകാമെന്നുള്ളൊരു ഒരുപാട് സന്തോഷം തോന്നി. നല്ല അടിപൊളിയായിട്ട് തന്നെ കൊച്ചിയിലേക്ക് പോകാമെന്നുള്ളൊരു ഹാപ്പിയായി. അങ്ങനെ കൊച്ചിയിലെത്തി. എറണാകുളം ജംഗ്ഷനിലാണ് സ്റ്റേഷൻ ഇറങ്ങിയത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മെട്രോ ഉള്ളത്. അപ്പോൾ അങ്ങനെ മെട്രോ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. കുറേ ആയി മെട്രോയിൽ കയറിയിട്ട്. അങ്ങനെ മെട്രോ വന്നു. മെട്രോയിൽ അങ്ങോട്ട് കയറി. നമ്മളാ പറഞ്ഞ സെലിബ്രേറ്റ് വരുന്നുണ്ട്. സെലിബ്രേറ്റ് കാണാൻ പോയത് ഇപ്പൊ കാണും. ഇതാ കണ്ടോ മക്കളെ, നമ്മളെ മുത്തുമണി ദാ മഹേഷ്. ആഫ്റ്റർ ലോങ് 2 വർഷത്തിന് ശേഷം 2 വർഷത്തിലേ കണ്ടിട്ട് 2 വർഷത്തിൽ കൂടുതലായി. അങ്ങനെ നമ്മളെ സെലിബ്രേറ്റ് നമ്മളെ ചങ്കിനെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ബാക്കി അങ്ങോട്ട് നമ്മൾ പൊളിക്കും. ഈ പാറ്റും. അങ്ങനെ മഹേഷ് സ്ഥിരമായിട്ട് കഴിക്കുന്നൊരു നല്ലൊരു ഊണ് കിട്ടുന്നൊരു ഷോപ്പാന്ന് പറഞ്ഞു. നമ്മൾ രണ്ടാളും നേരെ ഇങ്ങോട്ടേക്ക് വന്നു. ഊണ് കഴിച്ചിട്ടാവും ബാക്കി പരിപാടി. ഇവിടുത്തെ ചമ്മന്തി, ഇവിടുത്തെ കൂട്ടുകറിയൊക്കെയാണ് മഹേഷിൻ്റെ ശബ്ദത്തിൻ്റെ രഹസ്യം. എന്താണ് മഹേഷ് പറയുന്നത്? ഇത് ഇവിടുത്തെ സ്പെഷ്യലാണല്ലേ. ബാക്കിയുള്ള ഐറ്റംസോട് ഇപ്പോൾ വരും. മഹേഷ്, നമ്മുടെ ഫാൻസാർക്ക് ഒരു ഹായ് പറയാം. അങ്ങനെ ചേച്ചി എന്തെല്ലോ സ്പെഷ്യൽ ഫിഷൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ സ്പെഷ്യലാണെന്ന് അവൻ പറയുന്നത്. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ട ഏതൊരു ഫിഷ് അവൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെങ്ങനെ ഫിഷ് കഴിക്കൽ കുറവാണ്, അതുകൊണ്ട് ഞാൻ ഫിഷ് കഴിച്ചിട്ടില്ല. അവനക്ക് ഇഷ്ടമുള്ള അവൻ ഏതൊരു ഫിഷ് എടുത്തിട്ടുണ്ടായിരുന്നു. മഹേഷിൻ്റെ സ്പെഷ്യൽ, അതെ മഹേഷിൻ്റെ സ്പെഷ്യൽ പ്രോൺസ് ആണെന്ന് പറഞ്ഞു. ഇത് കഴിച്ചാൽ എൻ്റെ മക്കളെ പൊളിക്കാൻ സൗണ്ടിൽ പ്രത്യേക സാധനം വരുന്ന സാധനമാണ്. ഇത് കൊച്ചിയിൽ ഇവിടെ മാത്രമേ കിട്ടൂ. ഇതൊരു പീസ് കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ല പെർഫെക്ഷന് 100% മുകളിലോട്ട് വരുമെന്നാണ് പറയും. തീ പോലത്തെ സാധനം. അതാണ് മുട്ടത്തൈലം വേണം. മുട്ടത്തൈലം മഹേഷിന് ഭയങ്കര ആഗ്രഹം സ്കാൻഡി ഐസ് കഴിക്കണം. പിന്നെ ആഗ്രഹം പറഞ്ഞാൽ കഴിക്കണ്ടേ. എൻ്റെ ഫേവറേറ്റ്. ഞാനൊരു ടെൻഡർ കോക്കനറ്റും അവനൊരു മാംഗോ എടുത്തു. അവൻ്റെ ഫേവറേറ്റ് മാംഗോ ആണ് പോലും. സെറ്റല്ലേ? അവൻ പറഞ്ഞൊരു സിനിമക്ക് പോയല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു പോക്കല്ലേ. പിന്നെ അപ്പൊ നമ്മൾ രണ്ടുപേരും അടുത്തായിട്ട് സിനിമ കാണാൻ പോകുന്നു. ഹാപ്പിയാണ് മോൻ ഹാപ്പിയാണ്. അങ്ങനെ തൃപ്പൂണിത്തറയുള്ള സെൻട്രൽ ടാക്കീസിൽ നമ്മൾ രണ്ടാളും ഷറഫുദ്ദീൻ്റെ പുതിയ ഇറങ്ങിയ പെറ്റ് ഡിറ്റക്റ്റീവ് ആ സിനിമ കാണാനാണ് നമ്മൾ രണ്ടാളും പോണത്. എടാ മഹേഷേ, ഇടിക്കോ നീ? ഗുണ്ടയാണോ? അങ്ങനെ പടം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒരു ജ്യൂസ് കുടിക്കാൻ വന്നു. ജ്യൂസ് എന്റെ മമ്മൂക്ക ഫേവറേറ്റ്. എല്ലാം ഫേവറേറ്റ്. അപ്പൊ ഫേവറേറ്റ് ആവശ്യത്തേക്ക് ഒരു ജ്യൂസ്. അങ്ങനെ മഹേഷ് പോവുകയാണ് മക്കളെ. വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കണ്ടുകിട്ടുന്നത്. എനിക്ക് നാളെ രാവിലെ ഒരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഈവനിങ് തന്നെ ട്രെയിനിൽ തിരിച്ചു പോകണം. അതുകൊണ്ടാണ് നമ്മളൊരു ഹഗ്ഗൊക്കെ ചെയ്ത് പിരിയാണ്. അങ്ങനെ മച്ചാ പോകായി അടിപൊളിയാണ്.
അപ്പൊ ഓക്കെ മച്ചാ പൊളിക്ക് നമ്മള് അതെ അടിപൊളിയാണ്. അപ്പൊ ബൈ ബൈ. അങ്ങനെ മഹേഷ് ടാറ്റയൊക്കെ തന്നിട്ട് പോവാണ് മക്കളെ. അങ്ങനെ മഹേഷ് അങ്ങോട്ടും ഞാൻ നാട്ടിലേക്കും. ഞാൻ വൈകുന്നേരം ട്രെയിൻ കയറി. പക്ഷെ രാത്രി ട്രെയിനിൽ നല്ല വൈബായിരുന്നു. കാരണം പുറത്ത് നല്ല ഇടിയും മിഞ്ഞും നല്ല സെറ്റ് ഫീലായിരുന്നു കേട്ടോ നാട്ടിലേക്ക് വരാൻ വേണ്ടി.